ഇവിടെ ഞങ്ങളുടെ കൂടെ ഇന്ന് ഡാൻസ് ചെയ്യാനായിട്ട് പെർഫോം ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡ് നിൽക്കുന്നത് നമ്മുടെ പട്ടുറുമാലിന്റെ 12 സീസണിലെ മുത്തുകളാണ്. അവർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ഫാദിയുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവർ, അത് ശരിക്കും ഒരു സ്റ്റോറി തന്നെയാണ് പറയേണ്ടത്. ഫാദി പറയൂ, ഇവരെങ്ങനെയാണ് നമ്മുടെ ഈ ഫ്ലോറിൽ എത്തിയത്? ഇവരെ ഞാൻ ആദ്യമായിട്ട് ഇന്നലെയാണ് കാണുന്നത്. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിനു, ഒപ്പന കളിക്കുന്ന കുറച്ച് കുട്ടികൾ മെസ്സേജ് അയക്കും. അപ്പം അതിൽ കുറേ കുട്ടികൾ മെസ്സേജ് അയച്ച് അതിൽ ഞാൻ നല്ലോണം കളിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരാണ് ഇവർ. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. അടിപൊളി. എല്ലാവരും വേറെ വേറെ ജില്ലയിൽ നിന്ന് കേട്ടോ, പല പല ജില്ലകളിൽ നിന്നാണ്. അപ്പൊ അവരൊന്ന് ഞാനൊന്ന് പരിചയപ്പെടട്ടെ. പേര് പറഞ്ഞേ. എൻ്റെ പേര് റുക്കിയ. റുക്കിയ ഏത് ജില്ലയിൽ നിന്നാണ്? ഞാൻ കോഴിക്കോട് നിന്നാണ്. അടുത്തത് രേഷ്മ, ട്രിവാൻഡ്രത്താണ്. റിഷ, കണ്ണൂര്. ആയിഷ, പത്തനംതിട്ട. ഇതിലും വലിയൊരു സക്സസ് ഇനി നമുക്ക് കിട്ടാനുണ്ടോ അല്ലേ? ഒന്ന് നോക്കിക്കേ, ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തു, ഇങ്ങനെ ഒപ്പന കളിക്കുന്ന കുറച്ച് പേരെ കാണണം അല്ലെങ്കിൽ അവരെ പെർഫോം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്തു. നിങ്ങൾ മാത്രമല്ല, അതിന് റിയാക്ട് ചെയ്ത റെസ്പോൺസ് കൊടുത്ത എല്ലാവർക്കും ഒരു താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് ഇത്രയും വലിയ രീതിയിൽ ഈ ഒരു ഷോയെ ഏറ്റെടുത്ത് വളരെ ഗംഭീരമായിട്ട് അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നത്. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ കാണാനാണ് ഭാഗ്യം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെയുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ഒരു സുഹൃത്തു കൂടി ഇന്ന് നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഫൗസിയയും അവളുടെ ഉമ്മയും. ഹായ് ഫൗസിയ, ഹലോ. അപ്പൊ ഇത് എല്ലാം കൊണ്ടും വളരെ സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ശരിക്കും നമ്മുടെ ഫാദിയും ഫാദിയുടെ ടീമും ഫാദിയുടെ സ്ക്വാഡും നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? ഞാനേ എവിടെ നിന്ന് എങ്ങനെ സംസാരിച്ചു തുടങ്ങണം, ഏത് രീതിയിൽ എങ്ങനെ സംസാരിച്ച് കൊള്ളിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുക. അൻവർക്കായെ ഇത് കഴിഞ്ഞപ്പോ പറഞ്ഞ ഞാൻ പോവാണ്, എന്തോ കാര്യം എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇത് കഴിഞ്ഞപ്പോ വേറൊരു ചിന്ത വന്ന്, നമ്മളൊക്കെ ഇവിടെ എന്തിന് എന്ന് ആലോചിച്ചു പോയി. അസീനയുടെയും ഇസ്മായിലിന്റെയും പെർഫോമൻസ് കണ്ടിട്ട് കല്യാണം ശരിക്കും ബ്രൈഡ്സിന് പോലും ഇത്രയും നാണം കാണില്ല കേട്ടോ. അത്ര നാണമായിരുന്നു. റിയലിസ്റ്റിക് ആണ്. ഭയങ്കര സന്തോഷം മോളെ. കാര്യം എന്താണെന്നറിയോ, ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് മൊത്തത്തിൽ അല്ലേ, എല്ലാം കൊണ്ടും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിപ്പോയി. ആദ്യയുടെ മനസ്സിലെന്താണെന്നറിയോ, നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ എന്ത് എന്നുള്ളൊരു എന്ത്